ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ പാടെ ഇരിക്കുന്ന കേട്ടോ. അപ്പോൾ അതപ്പോൾ സമയം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. സമയം ഇതാ ഒരു 8:14 അപ്പോഴാണ് ഞാൻ എണീറ്റത്. അതിന് മുന്നേ എണീറ്റു, മാസേ പോയി വന്നു, പിന്നെ ഒന്ന് കിടന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ് നോക്കുമ്പോൾ റൂമൊന്നും വൃത്തിയായിട്ടില്ല, ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതിനൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് റിയൽ വോയിസിൽ തീരെ സൗണ്ട് ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ കിടന്ന ബെഡ്ഷീറ്റൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ വൃത്തിയാക്കാനുണ്ടായിരുന്നു, അതിന് മുന്നേ തുടച്ചിട്ടു. പിന്നെ വാർപ്പിൻ്റെ മേലെ പോയി കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ എടുക്കാൻ പോയതാണ് കേട്ടോ. ഇനി ഇതിൽ കുറേ പേര് പറയും വൃത്തിയായിട്ടില്ല, നല്ലപോലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്ന്. കുറേ പേരല്ല, ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റോറ് കേട്ടോ. അടിച്ചു വരാനായിക്കണു. ഇത് നമ്മുടെ ഞാൻ തിരുമണ സൈഡിൽ തിരുമണ എടുക്കാൻ പോയപ്പോൾ കണ്ടാണ് നമ്മുടെ ഈ സൺസൈഡുമ്മക്ക് ഈ പപ്പായ ചാഞ്ഞ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് എടുത്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. പിന്നെ അവിടെ കുറച്ച് കച്ചറ എടുക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ അരിച്ചു വരും കേട്ടോ. സ്കൂളില്ലാത്ത ദിവസം അതാണ് പണി. പിന്നെ അവിടെ നിന്ന് മേലെ നിന്നൊരു കുപ്പി കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ആർട്ട് ചെയ്യാം കേട്ടോ. ആർട്ട് ചെയ്യണതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ വിടാം കേട്ടോ. പിന്നെ എൻ്റെ റൂം കലവറ വൃത്തിയാക്കാണ്. അപ്പോൾ അവിടെ മദ്രസ ബാഗുണ്ട്, സ്കൂൾ ബാഗുണ്ട്, പിന്നെ മദ്രസയിൽ എക്സാം ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഉണ്ട്. പിന്നെ ഞാൻ ഹോമിയോ കുപ്പി ഇല്ലേ, അതായിട്ട് ഉണ്ടാക്കിയ. പിന്നെ അത് ഓരോന്നും ഇങ്ങനെ വൃത്തിയാക്കാണ്. വൃത്തിയാക്കുക പറഞ്ഞൊരു വലിയ സംഭവമാണ്. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ കൂടെ വെച്ചു. ഇങ്ങനെ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ തോന്നുന്ന സമയത്ത് ഞാൻ ഇതിൽ എന്തെങ്കിലും ഐഡിയ നോക്കും, അങ്ങനെ ചെയ്യണതാണ്. പിന്നെ ജോമെട്രിക്കൽ ബോക്സ് ഉണ്ട്, അതൊക്കെ ഒതുക്കി വയ്ക്കുകയാണ് കേട്ടോ. എല്ലാവരും വീഡിയോ കാണുന്നതിൻ്റെ മുന്നേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതെൻ്റെ ഒരു സാധനമാണ് കേട്ടോ. ഇതിൽ കുറച്ച് സാധനങ്ങളുണ്ട്. അത് ക്ലേ മോഡലിങ്ങിൻ്റെ ക്ലേ ആയിരുന്നു, അത് ഞാൻ മാറ്റി വെച്ചു. പിന്നെ കുറേ ബ്രഷ് ഉണ്ട്, പിന്നെ 2 പാനുണ്ട് എന്തെങ്കിലും മാർക്ക് ചെയ്യാനൊക്കെ. പിന്നെ അതിൽ അക്രിലിക് കളറുണ്ട്. പിന്നെ എൻ്റെ ബണ്ണ് അങ്ങനത്തെ സാധനങ്ങളാണ്. പിന്നെ നിങ്ങൾ ഈ കയ്യിൽ ഞാൻ കാണുന്നത് ആ മൈലാഞ്ചിയാണ് കേട്ടോ. ഇവിടെ ഉണ്ടായി ആദ്യത്തെ മൈലാഞ്ചി ഞാൻ അരച്ചിട്ട് നോക്കിയതാണ്. അപ്പോൾ അരക്കുമ്പോൾ തന്നെ കളർ പിടിച്ചു. പിന്നെ ID കാർഡ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മുഖം ഞാൻ കാണിച്ചു തരാം ഗൈസ്, കണ്ടില്ലേ, ഇത് ID കാർഡാണ്. അപ്പോൾ അത് ക്ലിയർ ഉണ്ടോ എന്ന് നോക്കൂ കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ അടുക്കളയ്ക്കൊന്ന് പോയതാണ്, തീരുമാനമൊന്ന് ഇടാൻ പോയപ്പോൾ ഉണ്ട്. ഉമ്മ തേങ്ങ വറുക്കുകയാണ് കേട്ടോ. തേങ്ങ വറുത്തത് എന്തിനാന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ അമ്മ ചോറ് ഊറ്റുന്നുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരങ്ങളിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചക്ക ഇതാക്കുന്നുണ്ട്. പിന്നെ സാമ്പാറായിട്ടില്ല കേട്ടോ. ഇന്നത്തെ സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മീൻ കേട്ടോ. പിന്നെ ഇവിടുത്തെ എനിക്കിഷ്ടമല്ല, പഴങ്കഞ്ഞി ആക്കി വെക്കാറുണ്ട്, ഇവരടുക്ക കഴിക്കുന്നതാണ്, എനിക്കിഷ്ടമല്ല. പിന്നെ പയറുപ്പേരി ഉണ്ട്. പിന്നെ ഞാനൊരു സാലഡ് കഴിക്കാറുണ്ട്, ഞായറാഴ്ചകളിൽ കേട്ടോ. എനിക്ക് എന്തെങ്കിലും തിന്നാൻ തോന്നാറുണ്ട്. അപ്പോൾ ഞങ്ങൾ കുക്കറിലില്ലേ കുറച്ച് വെള്ളം ഒഴിച്ച് കടല കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ടേ.
അപ്പോൾ ഇത് ഗ്യാസ് ഓണാക്കി, ഞാനല്ല ഉമ്മ കേട്ടോ കുക്കർ വെച്ചെന്ന്. പിന്നെ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ അരിഞ്ഞ് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാനിതാ ഒരു തക്കാളി എടുത്തു, പിന്നെ ഇതാ പച്ചമുളക്. അപ്പോൾ അതാ നല്ലൊരു വലിയ പച്ചമുളക് എടുത്തു, അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതാ കട്ടിംഗ് ബോർഡിൽ പിന്നെ കുറച്ച് നുറുക്കാൻ. എൻ്റെ കൈ കാണുമ്പോൾ വൃത്തിയായിട്ട് തോന്നുന്നു, പക്ഷെ ഞാൻ നല്ല നഖമൊക്കെ വെട്ടിയതാട്ടോ. ആ മൈലാഞ്ചി ഇട്ടതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് അരിയായിരുന്നു. അപ്പോൾ ഇത് അരിഞ്ഞതിന് ശേഷം നമ്മൾ ഞാനിങ്ങനെ അരിയുന്ന കേട്ടോ. നിങ്ങൾ കുറച്ചും കൂടി ചെറുതാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പം ഞാനതിലേക്ക് എടുത്തിരിക്കുന്നത് വെജിറ്റബിളായിട്ട് നമ്മുടെ പച്ചമുളകും ക്യാരറ്റും തക്കാളിയാണ്. ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്, നല്ലൊരു അടിപൊളി ഒരു ഹെൽത്തി സാധനം ഉണ്ടാക്കാനാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഫ്രൈ പാൻ എടുത്തു, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടു. ഒന്ന് മാറിയപ്പോഴത്തേനും കരിഞ്ഞു എന്ന് വിചാരിച്ചു, പക്ഷെ കരിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നന്നായി ഇളക്കി. ഇനി അതിലേക്ക് ഞാൻ തക്കാളി ആൻഡ് ക്യാരറ്റ് ചില്ലിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്.